ഫ്രണ്ട്സ് കണ്ണിലിപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ നമ്മൾ വീടിൻ്റെ കാര്യവും നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങൾക്കും ഒരു പ്രത്യേകതയും തോന്നില്ല കേട്ടോ. പക്ഷെ അവിടെ നിന്ന് മാറി നിന്ന് നോക്കണം. പിന്നെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഞാനിങ്ങനെ ചുരമൊക്കെ കയറി വയനാട്ടിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ മനസ്സിൽ. അപ്പോൾ വീട്ടിലെത്തി പാടും തന്നെ ഫസ്റ്റ് തന്നെ പറമ്പിലേക്ക് കേട്ടോ പോവുക. പോകുന്നതിൻ്റെ മുന്നേ തന്നെ എന്തൊക്കെ സാധനങ്ങൾ പറമ്പിൽ നിന്ന് കാടും പുല്ലൊക്കെ പറിച്ച് കൊണ്ടുവരണം എന്ന് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചിന്തിക്കുക. ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെയുള്ള ഏതൊക്കെ പുല്ലിനെയും കാടിനെയൊക്കെ പറിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ അതിനൊക്കെ ഞാൻ പറിക്കും കേട്ടോ. അപ്പം ഞാൻ പുതിന ആദ്യം തന്നെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ല് ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് കാട്ടുതക്കാളിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ കാട്ടുതക്കാളി ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ വില വെക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിനിപ്പോൾ എനിക്ക് തോന്നാറ്. പിന്നെ നമുക്ക് അലോവേര പറിക്കാം കേട്ടോ. അലോവേര സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കാന്താരി മുളകൊക്കെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇല്ല കേട്ടോ, എന്നാലും ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അച്ഛൻ നല്ല സപ്പോർട്ടയും കൂടെ പറിച്ചു തന്നിട്ടുണ്ട്. മൂത്തായതുകൊണ്ട് തന്നെ അരി കൊണ്ടുവച്ചിട്ട് പഴുപ്പിച്ചാൽ മതിയേ. പിന്നെ നമുക്ക് ഈ ചീരയൊക്കെ ഒന്ന് നുള്ളി എടുക്കാം. ഇത് ചേമ്പിൻ്റെ ഇലയാണ്. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചേമ്പാണെന്ന് വിചാരിക്കുള്ളൂ, പക്ഷേ ഇത് ഉപ്പേരി ചേമ്പാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പറിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കേട്ടോ ഈ പനിക്കൂർക്കലും കരിന്തുളസിയൊക്കെ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ പറിക്കുന്നതാണ്. കാരണം മോനൊക്കെ ഞാൻ എപ്പോഴും ജലദോഷമൊക്കെ വന്നാൽ കൊടുക്കുന്ന കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടായ വെജിറ്റബിൾസാണ്. തക്കാളി, പിന്നെ വഴുതിന, പിന്നെ ചേമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.